എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി തന്നെ മോക്ക് ഡ്രിൽ ആരംഭിച്ചു. ശേഷം ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, വിവിധ ഏജൻസികളുടെ ഏകോപനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ NTA തന്നെ വിദ്യാർത്ഥികൾക്ക് ആശംസയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസ അറിയിച്ചിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഒഴിവാക്കുക, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ പരീക്ഷ എഴുതുക എന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ 97 സെന്ററുകളാണുള്ളത്. കനത്ത ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ സെന്ററുകളിലൊക്കെ തന്നെ ഒരു പ്രത്യേക കൂളിംഗ് സെന്ററുകൾ എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പരീക്ഷ എഴുതാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള രക്ഷകർത്താക്കൾക്കൊക്കെ അവർക്ക് വെയിൽ കൊള്ളാതെ ഇരിക്കാനുള്ളൊരു സംവിധാനമൊക്കെയാണ് ഡൽഹിയിലെ സെന്ററുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് ഏതാണ്ട് 5000-ലധികം സെന്ററുകളാണുള്ളത്. 5000-ലധികം സെന്ററുകളിലായി 22.79 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ചെറിയ രീതിയിലൊരു ആശങ്ക ഉണ്ടാക്കിയത് ഇന്നലെ ഈ സെന്ററുകൾ സംബന്ധിച്ച അവസാന നിമിഷവും ചില ആശങ്കകൾ വന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ നാഗ്പൂരിലുള്ളൊരു വിദ്യാർത്ഥിക്ക് UAE-യിലെ ഒരു സെന്ററാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിദ്യാർത്ഥിക്ക് എങ്ങനെ അവിടെ പോയി പരീക്ഷ എഴുതാൻ കഴിയുമെന്നടക്കമുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. പിന്നാലെ NTA തന്നെ അതിൽ ഇടപെടുകയും വിദ്യാർത്ഥിക്ക് തിരിച്ച് നാഗ്പൂരിൽ തന്നെ സെന്ററിൽ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള അവസാന നിമിഷമുണ്ടായ ചില പിഴവുകൾ അതൊക്കെ തന്നെ കൃത്യമായി പരിഹരിച്ചിട്ടുണ്ട് എന്നും NTA അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചില വിദ്യാർത്ഥികളൊക്കെ ഈ പരീക്ഷ മാറ്റിവെക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു മുന്നൊരുക്കത്തോടു കൂടി വീണ്ടും പരീക്ഷയിൽ ഷെഡ്യൂളിൽ മാറ്റമുണ്ടാകില്ലെന്നൊക്കെ NTA അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷാ സെന്ററുകളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ചോദ്യപേപ്പർ ചോർച്ച, പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ, ഇതിനൊക്കെ ശേഷം നടക്കുന്ന ഈ പുനഃപരീക്ഷ, അത് ത്രിതല സുരക്ഷാ സംവിധാനങ്ങളാണ് എല്ലാ സെന്ററുകളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ എല്ലാ സെന്ററുകളിലും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി മോക്ക് ഡ്രില്ലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. CCTV നിരീക്ഷണം ഉണ്ടായിരിക്കും എല്ലാ സെന്ററുകളിലും മുഴുവൻ സമയവും. ഉച്ചയ്ക്കാണ് പരീക്ഷയെങ്കിലും വിദ്യാർത്ഥികൾ രാവിലെ 11 മുതൽ 1:30-ക്കുള്ളിൽ ഈ സെന്ററുകളിലേക്ക് എത്തണമെന്നുള്ളതാണ് നിർദ്ദേശം. കൃത്യം 1:30യോടുകൂടി തന്നെ ഈ ഗേറ്റ് അടയ്ക്കും. ഒപ്പം ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഈ ബയോമെട്രിക് പരിശോധനകളിൽ ഏതെങ്കിലും ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കേണ്ടതില്ല എന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. അവർക്ക് പ്രത്യേകം സത്യവാങ്മൂലം നൽകി മാനുവൽ പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതൊക്കെ തന്നെ ഈ GPS ട്രാക്ക് ചെയ്ത വാഹനങ്ങളിലായിരിക്കും. ഈ വാഹനങ്ങൾക്കൊപ്പം പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ഇങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് പരീക്ഷാ സെന്ററുകളിൽ സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. 5000-ലധികം സെന്ററുകളിലായി ഞാൻ സൂചിപ്പിച്ചതുപോലെ 22.79 ലക്ഷം വിദ്യാർത്ഥികളായിരിക്കും പരീക്ഷ എഴുതുക.